ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ആട് 3. ആട് 3യെക്കുറിച്ച് ബോക്സ് ഓഫീസ് കളക്ഷനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാമെന്ന് ചോദിച്ച് കമൻറ്റ് വന്നായിരുന്നു. നമ്മളത് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മൾ ഉൾപ്പെടുത്തുന്നത് OTTയിൽ മികവുണ്ടാക്കാൻ പറ്റിയോ ആട് 3ക്ക് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ആട് 3 എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തിയേറ്ററുകളിൽ പോയി കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടതും ചിലർക്ക് ഇഷ്ടപ്പെടാതെ പോയ സിനിമയും കൂടിയാണ് ആട് 3 എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആട് 1 കേരളത്തിൽ വലിയ മികവുണ്ടാക്കിയില്ല. അതൊരു പരീക്ഷണ മൂവി പോലായിരുന്നു അത് ഇറങ്ങിയത്. പക്ഷേ ആട് 2 അങ്ങനെയല്ലായിരുന്നു. ആട് 2 ഇറങ്ങിയപ്പോൾ അതിലുള്ള തഗ്ഗും അതിലുള്ള കോമഡിയും എല്ലാം ജനങ്ങൾ ഏറ്റെടുത്തു. ആ സിനിമ ആളുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ആട് 3 അങ്ങനെയല്ലായിരുന്നു. വ്യത്യസ്ത കഥാരീതിയുമായിട്ടാണ് ആ സിനിമ കൊണ്ടുവന്നത്. സാധാരണ ജീവിച്ചു പോകുന്ന ഷാജി പാപ്പനെയും ടീംസിനെയും കാണിച്ചുകൊണ്ട് ഒരു ടൈം ട്രാവൽ പടമാക്കിയാണ് ഈ മാറ്റിയിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും തിയേറ്ററുകളിൽ പോസിറ്റീവും നെഗറ്റീവുമായ രീതിയിലാണ് സിനിമ ഏറ്റെടുത്തത്. പക്ഷേ OTTയിലോട്ട് വരുമ്പോൾ തിയേറ്ററിൽ ചിരി പടർത്തിയ പല ഭാഗങ്ങളും OTTയിലെത്തിയപ്പോൾ ആളുകൾക്ക് ചിരി വന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നെങ്കിൽ ആ രസവും ആ ചിരിയൊക്കെ വന്നേനെന്ന്. മറ്റേ ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്, തിയേറ്ററിൽ പോയപ്പോഴും ഈ ചിരിയും ഈ രസമൊന്നും വന്നിട്ടില്ലായിരുന്നു എന്ന്. എന്തൊക്കെയാണെങ്കിലും ആട് 3യുടെ മൂവി ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 150 കോടിക്ക് മുകളിലാണ്. എന്നാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുകയും നല്ല രീതിക്ക് ചിരിക്കാനും തഗ്ഗിലൂടെയൊക്കെ വർക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ OTTയിൽ എനിക്ക് കണ്ടപ്പോൾ വലിയ രീതിയിൽ വർക്കായിട്ടില്ലായിരുന്നു. അതാണ് എൻ്റെ ഒപ്പീനിയൻ പറയുന്നത്. എൻ്റെ മാത്രമല്ല, ഇത് പലർക്കും ഇത് വർക്കായിട്ടില്ലെന്നാണ് OTTയിൽ പറയുന്നത്. പക്ഷേ തിയേറ്ററിൽ വർക്കായിട്ടും ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇന്നത്തെ വേറെ എന്തെങ്കിലും അഭിപ്രായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് പരിഹരിക്കുന്നതാണ്. നെക്സ്റ്റ് മൂവി ഏത് ചെയ്യണം, എന്ത് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് തരേണ്ടതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, അത് ഞാൻ ചെയ്യുന്നതായിരിക്കും.